ഇക്ക ഈ രാവിലെ ഉണ്ടാക്കുന്നതേ അപ്പമല്ല കേട്ടോ, പാലാട എന്ന് പറയും. ഈ പാലാട എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കോട്ടയം ഇടുക്കി പരിസരത്തെ പാലാട എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാമേ. മൈദ മാവിൽ ഒരു മുട്ട, കുറച്ച് പാല്, ഏലക്കപ്പൊടി, ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സിയിൽ നല്ല ലൂസായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ദോശത്തവയിലോ അപ്പച്ചട്ടിയിലോ നൈസായിട്ട് പരത്തി ഉണ്ടാക്കും. കൈൻഡ് ഓഫ് പാൻ കേക്ക്. മാവ് ഉണ്ടാക്കി കൊടുത്താലേ ഇക്ക നിന്ന് ചുട്ടോളൂ കേട്ടോ. യെസ്, ഇന്ന് ഇക്ക വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ വെൽക്കം ടു വൺ ഓഫ് അവർ ഹാപ്പി ആൻഡ് സിമ്പിൾ ഡേ. സാക്കി രാവിലെ എണീറ്റപ്പോൾ അബ്ബയാണ് അവനെ പോയി എടുത്തത്. ഇവൻ്റെ 8 months പ്രായം വരെ കംപ്ലീറ്റ് അബ്ബ മോനായിരുന്നു. ഇപ്പോൾ ഒരു ഉമ്മി ചായവൊക്കെ ഉണ്ട്. ഇങ്ങനെ എൻ്റെ പുറകെ മീ മീ എന്ന് വിളിച്ചുകൊണ്ട് നടക്കും. അത് ഞാനിപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരിക്കുന്ന ഡേയ്സ് രാവിലെ പേരൻസിനെ ഒക്കെ വിളിക്കും. രാവിലെ അതിൻ്റെ ഒരു നീണ്ട സെഷൻ കഴിഞ്ഞു. ഇക്കാൻ്റെ പേരൻസിനെയും ബ്രദറിനെയും ഒക്കെ രാവിലെ വിളിച്ചു. എൻ്റെ അമ്മീനെയും അനിയത്തിനെയും ഇന്നലെ രാത്രി വിളിച്ചു. ഇപ്പം മറ്റേ അനിയത്തിനെ വിളിക്കുവാണ്. എല്ലാവരെയും വിളിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ കസിൻസിനെ ഒക്കെ വിളിച്ചു. സാക്കിക്ക് രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഡോറിൽ പോയി കൊട്ടുന്നുണ്ട് പുറത്തോട്ട് പോകാനായിട്ട്. അത് പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. അബ്ബാക്ക് എപ്പോഴും പുറത്ത് പോകണം. അതുപോലെ തന്നെയാണ് മോൻ്റെ കാര്യവും. അപ്പോൾ ഞങ്ങൾ ഫോണിങ് സെഷനൊക്കെ നിർത്തിയിട്ട് പതുക്കെ ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആകും. ജനിച്ചപ്പോൾ തൊട്ട് കാർ സീറ്റിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടേ അവന് ബാക്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോളൂ കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നല്ല ആശ്വാസമുള്ള കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട സാക്കിയുടെ ഹെയർ കട്ടാണ്. ജനിച്ച് കഴിയുമ്പോൾ ഉള്ള മുടികളിൽ ചടങ്ങ് കഴിഞ്ഞിട്ട് 6 മാസം പ്രായമുള്ളപ്പോഴാണ് അവൻ്റെ മുടി പിന്നെ കളഞ്ഞത്. എൻ്റെ പൊന്നോ, നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് മുടി വെട്ടുന്നത് കേൾക്കുമ്പോഴേ ഒരു പേടി സ്വപ്നമാണ്. ഇനി ഇന്ന് എന്താകുമോ എന്തോ. ഇക്ക ഈ പാട്ടേ കുറച്ച് ദിവസമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്തോ അങ്ങോട്ട് പഠിച്ച് കഴിഞ്ഞില്ല. ഇത് ഞാൻ ഇട്ടതിന് തന്നെ വീട്ടിൽ കയറ്റുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അങ്ങ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാക്കിയുടെ ഹെയർ കട്ടാണ്. അവനെ കഴിഞ്ഞ് 2 തവണ മുടി വെട്ടി ആളുടെ അടുത്ത് തന്നെ പോകാൻ ഓർത്തു കേട്ടോ. പുള്ളി നല്ല ക്ഷമയോട് കൂടി തന്നെ നിന്ന് ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ ആളില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ട് വരേണ്ടതായിരുന്നു. എന്ത് ചെയ്യാൻ, അത് ചെയ്തില്ല. ഇന്ന് ഭാഗ്യത്തിന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞ ഉടനെ സീറ്റിൽ ഇരിക്കാൻ പറ്റി. കഴിഞ്ഞ വട്ടം പോയപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. സാക്കി എല്ലാം നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ടേ. സംതിങ് ഫിഷി എന്ന് അവന് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് നേരം അനങ്ങാണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ പുള്ളീനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ ഒരുപാടൊന്നും മുടി വെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. മുള്ളറ്റ് കട്ടാണ് പ്ലാൻ. ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ എടുത്ത് ബാക്കിൽ ടെയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ ഓർത്തു. പെമ്പിള്ളേരായിരുന്നെങ്കിലേ കുറേ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കായിരുന്നു, കുറച്ച് ആക്സസറീസൊക്കെ. ആങ്കൊച്ചായതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ വെട്ടിയൊന്ന് തൃപ്തിയിടാന്ന് വെച്ചാൽ മുടി വെട്ടുന്ന ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ച് നേരമൊക്കെ അനങ്ങാണ്ടിരുന്നു കേട്ടോ. പിന്നെ ഒരു പുകിലായിരുന്നു, ഒരു ബഹളമായ. ഒരു 3 to 4 minutes കഴിഞ്ഞപ്പോഴേ അവൻ ഓക്കെ ആയി തുടങ്ങിയേ. പിന്നെ ട്രിമ്മറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാം അബ്ബാനെ മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. സാക്കി അങ്ങനെയാണ് കേട്ടോ. അവന് പേടി തോന്നുമ്പോൾ അവൻ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തപ്പോൾ എല്ലാം അബ്ബ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അബ്ബാടെ അടുത്തോട്ട് ഓടിപ്പോകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 10 months പ്രായമുള്ളപ്പോൾ ഇവന് സ്റ്റെപ്പ് കയറാൻ ശ്രമിക്കുമായിരുന്നേ. കുറേ ട്രൈ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ സ്റ്റെപ്പിലടിച്ചിട്ട് പുറകിലോട്ട് നോക്കി അബ്ബ അബ്ബ എന്ന് വിളിക്കും. അബ്ബ എന്നെ ഒന്ന് എങ്ങനെയും കയറ്റി തരുന്ന മട്ടിൽ. നമ്മുടെ മുടിവെട്ടിൽ ഇവിടെ ഏകദേശം കഴിയാറായിട്ടോ. ഫൈനൽ ലുക്കേ നമുക്ക് ഏതാനും നിമിഷത്തിൽ കാണാം കേട്ടോ. വലിയ ചേഞ്ചൊന്നും വരില്ല, കാരണം നമ്മൾ ഹെയറിൻ്റെ ലെങ്ത് ഒന്നും ഒരുപാട് കുറച്ചിട്ടില്ലല്ലോ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് സൈഡൊക്കെ എടുത്തൊന്ന് ട്രിം ചെയ്തു, അത്രയും മാത്രമല്ലേ. പ്രത്യേകിച്ച് ബർത്ത്ഡേ വരുമല്ലേ, ഇനി പെട്ടെന്നൊരു മുഖത്തിനൊരു വലിയ ചേഞ്ച് വരുത്തണമെന്ന് ഞങ്ങൾ ഓർത്തു. ഇനി ബർത്ത്ഡേ കഴിയുമ്പോഴേ മൊട്ടയടിക്കണമെന്നാണ് അബ്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 വയസ്സ് വരെ ഞാൻ എങ്ങനെയൊക്കെയോ സമ്മതിക്കാണ്ട് പിടിച്ചു വെച്ചു. 2-3 വട്ടം മൊട്ടയടിച്ചാലേ മുടി തിക്കായിട്ട് വളരും എന്നാണ് അബ്ബയുടെ കോൺസെപ്റ്റ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പഠിച്ചോനെ, മൊട്ട അടിക്കരുതെന്നാണ് ആയിരിക്കണേ ഭൂരിഭാഗം കമൻറ്റ്സും. ഇനി നമുക്ക് പതുക്കെ വീട്ടിൽ പോകാവേ. ഇനി ബാക്കി നമ്മുടെ പ്ലാൻ സാക്കിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കുക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിൽ കാണാം. വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഫോണിങ് പരിപാടിയില്ലേ രാവിലത്തെ, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടേ. വീട്ടിലെത്തിയപ്പോഴേ അവൻ ഈസി ആയിട്ട് യോഗർട്ട് ആൻഡ് ഫ്രൂട്ട് സ്മൂത്തി അടിച്ചു കൊടുത്തു കേട്ടോ. അതാകുമ്പോൾ വഴക്ക് കൂടാതെ കഴിക്കുക. പിന്നെ ഉറങ്ങി എണ്ണീറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ചോറ് കൊടുക്കാം. അബ്ബ അവനെ കുളിപ്പിച്ചെടുത്തു. ഞാൻ ലോഷനൊക്കെ ഇട്ടങ്ങ് സുന്ദര കുട്ടപ്പനാക്കി. ഇനി അബ്ബ അവനെ ഓർക്കിക്കോളും. ഇവിടെ കുറച്ച് ദിവസമായിട്ടേ മഴയായിരുന്നേ. അബ്ബായി സാക്കി ഉറങ്ങാൻ കയറുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയെന്ന് നോക്കാം മഴയുടെ അവസ്ഥ എന്തായെന്ന്. മഴ പെയ്യുമ്പോൾ ഉള്ള ഇഷ്ടം, മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ കാണാനും എനിക്കുണ്ടേ. അത് പിന്നെ മലയാളിയല്ലേ, മഴയോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകും.
അപ്പോൾ ടോട്ടലി നല്ല വൈബായിരുന്നു കേട്ടോ. 3 പേരും വീട്ടിലുണ്ട്. പിന്നെ നല്ല കുഞ്ഞ് ചാറ്റൽമഴയൊക്കെ. അപ്പോൾ ഇനി വേറെ എന്നാ വേണ്ടേ? അപ്പോൾ നമുക്ക് കുക്കിംഗ് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നൈസായിട്ടങ്ങ് കഴിക്കാം. ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഇതെൻ്റെ കുറേ നാളത്തെ ക്രേവിങ്സ് ആണ്. ടു ബി പ്രിസൈസ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ് ടു. എല്ലാം കുഴപ്പം. ഇതാണ് ഇക്ക വന്നപ്പോൾ വായിച്ചത്. എൻ്റെ പൊന്നോ, ജോക്സ് അപ്പാർട്ട്, എല്ലും കപ്പയ്ക്ക് ഒരുപാട് പേരുണ്ട്. കപ്പ ബിരിയാണി, ഏഷ്യാഡ് എന്നൊക്കെ. പക്ഷേ എനിക്കുണ്ടല്ലോ ഇതിന് എല്ലും കപ്പ എന്ന് തന്നെ പറയണം. എന്നാലേ എനിക്ക് കറക്റ്റ് വികാരം കിട്ടും. യെസ്, ഐ ആം ദാറ്റ് പ്രൗഡ് ഇടുക്കിക്കാരി. അപ്പോൾ നമുക്ക് കപ്പ പൊളിച്ച് തുടങ്ങാം കേട്ടോ. ഈ മുറം കാണിക്കരുതെന്നാണ് രാവിലെ അനിയത്തി വിളിച്ച് പറഞ്ഞത്. എസ്തെറ്റിക്സ് ഇല്ല പോലും. ഈ 2K കിഡ്സിൻ്റെ കാര്യം എന്തായാലും മാറ്റിയേക്കാം. പക്ഷേ ഇനി ഒരെണ്ണം കണ്ടുപിടിക്കണം. അബ്ബായി മോനെ ഉറങ്ങാൻ പോയിട്ട് കുറച്ച് നേരമായേ. നമുക്ക് പോയിന്ന് നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്ന്. അബ്ബ മോനെ ഉറക്കിയോ അതോ മോൻ അബ്ബായെ ഉറക്കിയോ എന്ന് നമുക്ക് പതുക്കെ അനങ്ങാണ്ട് പോയി നോക്കിയിട്ട് വരാവേ. 2 പേരും ഒരു ചെറിയ അനക്കം കേട്ടാലും ഉണരുവേ. അതുകൊണ്ട് നമുക്ക് പതുക്കെ നോക്കാം. അയ്യോ, 2 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ്. അപ്പോൾ പതുക്കെ തിരിച്ചു പോയേക്കാം. എനിക്ക് കപ്പ പൊളിക്കുന്നതും കൊത്തുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കപ്പ എടുത്ത് കഴിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അബ്ബ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്നു കേട്ടോ. ഞാൻ എല്ലും കപ്പ ഉണ്ടാക്കുന്നത് പക്ക എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ്. മസാലയൊക്കെ ഒന്ന് നന്നായി കളർ മാറുന്നത് വരെ ചൂടാക്കി ചേർക്കും. അങ്ങനെ ഞാൻ ഒരുപാട് യൂട്യൂബ് നോക്കി ഉണ്ടാക്കാറില്ല കേട്ടോ. ഒരു കാരണം ഞാൻ കൂടുതലും നാടൻ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് ടോട്ടലി 2 അമ്മമാരുടെ കയ്യിൽ നിന്നും കിട്ടിയ റെസിപ്പീസാണ്. ഫോർ എക്സാമ്പിൾ, മുളകിട്ട മീൻകറി ആണെങ്കിൽ എൻ്റെ അമ്മയുടെ റെസിപ്പി, തേങ്ങ അരച്ച മീൻകറി ആണെങ്കിൽ ഇക്കാട് മമ്മയുടെ റെസിപ്പി. മമ്മയുടെ തേങ്ങയും മുളകും അരച്ച മീൻകറിക്ക് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ഇതൊക്കെ ചോദിച്ച് പഠിച്ചാണോ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അല്ല, കണ്ടു പഠിച്ചതാണ്. ഇവരോടൊക്കെ റെസിപ്പി ചോദിച്ചാൽ സീനാണ്. അളവൊന്നും ഇല്ലല്ലോ, ഒരു കൈയളവല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടു പഠിക്കാനേ പറ്റൂ. മസാല നമ്മളങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴേ ആ മസാലയുടെ എന്ത് കളറാണോ അതായിരിക്കും നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഫുൾ കളർ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് അടുപ്പിൽ കയറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലയും സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ കൂടിയിട്ട് ഉപ്പൊക്കെ കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ കുറച്ച് വിസിലടുപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിരുമിയെടുക്കുന്നതിലും എല്ലുങ്കപ്പയുടെയും ടേസ്റ്റ് ഇരിപ്പുണ്ട്. ഇടുക്കിക്കാർക്ക് എന്ത് പരിപാടിക്ക് സ്ഥിരമുള്ള ഫുഡായിരുന്നു എല്ലുങ്കപ്പയും. കയറി താമസത്തിന്, വീട് വാർക്കലിന്, കല്യാണത്തലേന്ന് എല്ലാ എല്ലുങ്കപ്പയായിരുന്നു മെയിൻ. അതുകൊണ്ട് എപ്പോഴും ഇതെനിക്കൊരു വികാരമാണ്. കപ്പ ബിരിയാണി ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുന്നൊരു ഫ്രണ്ട്സ് ഉണ്ട് എനിക്കിവിടെ. ഒരു പാലാക്കാരിയും ഇടുക്കിക്കാരനും. അവരിപ്പോൾ ബാരിലില്ല, അനിയൻ്റെ അടുത്ത് സഡ്ബറിക്ക് പോയേക്കുവാണ്. അവർ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം, എനിക്ക് പിന്നെയും കഴിക്കാമല്ലോ. ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ വാഴയിലിൽ കഴിക്കാനൊരു പൂതി. അപ്പോൾ ഇല വാങ്ങാൻ പോയതാണ്. അപ്പം നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കഴിച്ചേക്കാം. ഇക്ക എത്തുന്നതിന് മുന്നേ കപ്പയ്ക്കിടാനുള്ള അരപ്പുണ്ടാക്കാവേ. നമുക്ക് ഫ്രോസൺ കോക്കനട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓവനിൽ വെച്ച് ഡീഫ്രോസൺ ചെയ്തെടുക്കാം. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. ബാക്കി കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ലാസ്റ്റ് വറുത്തിടാൻ വെച്ചേക്കുന്നതാണേ. കപ്പയ്ക്കൊരു തിള വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടുന്നത്. ഇതൊക്കെ ശരിയാണോ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയിൽ അമ്മയും അമ്മായും ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ അത് ഫോളോ ചെയ്യുന്നു. ഇനി ഇതൊക്കെ തെറ്റാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ, അടുത്തോട്ടം നമുക്ക് ശരിയാക്കാം. അപ്പോൾ കപ്പ അവിടെ ബാക്കി കൂടെ വേവട്ടെ. ഇക്ക ഇല കൊണ്ടെത്തിയേ. തൊട്ടടുത്ത് നമുക്കിവിടെ മലയാളി ഷോപ്പുണ്ട് കേട്ടോ. ഇല കുറച്ച് വാടിയതാണേലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. വാഴയില കിട്ടുന്നെങ്കിലും ഉണ്ടല്ലോ. നമുക്ക് അവസാനത്തെ അലങ്കോല പണികൾ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ ഒക്കെയാണ് ഇടുന്നത്. പൊതുവേ ചുവന്നുള്ളിയൊക്കെ ഞാൻ പേരിനെ ഇടാറുള്ളൂ കേട്ടോ. ഇന്നെല്ലാം ലാവിഷാണ്. ഇനി ഇതിനെങ്ങാനും ടേസ്റ്റ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കരയും കേട്ടോ. അത്രയും ആഗ്രഹിച്ച് കൊതിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനിയാണ് മെയിൻ നമ്മുടെ മിക്സിങ്. ഇതുവരെ ഉണ്ടാക്കി മാറ്റിവെച്ച എല്ലാ സാധനങ്ങളും കൂടി നമുക്ക് ഈ കലത്തിലോട്ടിടാം. എന്നിട്ട് ശക്തിമാനെ വിളിക്കാം. അബ്ബാണ് ഇന്ന് ഇടിച്ച് കുത്തി ഇളക്കി യോജിപ്പിക്കാൻ പോകുന്നത്. കപ്പയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമ്പം ഇടിനാശവും വെള്ളപ്പൊക്കമൊക്കെ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേറ്റിംഗ്. സത്യം പറഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള കുക്കിംഗ് കണ്ടുപിടിച്ചത് ഇക്കയുടെ പപ്പാടെയും മമ്മയുടെയും കയ്യിൽ നിന്നാണ്. അവർ ഒരുമിച്ചാണ് കിച്ചണിൽ കയറുന്നത്. ഒരാൾ കട്ട് ചെയ്യും, മറ്റേ ആൾ കുക്ക് ചെയ്യും. മമ്മ മെയിൻ ഷെഫും, പപ്പ നല്ല അടിപൊളി കയ്യാളും ടേസ്റ്റും. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ തന്നെയാണ് എല്ലാ പണിയും. ഞങ്ങൾ 3 പേരും നന്നായി അമ്മീനെ സഹായിക്കും. എന്നാൽ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പാവം. അതിനെക്കുറിച്ചൊക്കെ ഒരു ദിവസം വിശദമായി പറയാം കേട്ടോ. അപ്പം ഇത് കണ്ട് വളർന്ന എനിക്ക് പപ്പാടെയും മമ്മാടെയും ബോണ്ട് ഒരു പുതുമയായിരുന്നേ. ഞങ്ങളത് ലൈഫിൽ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. അയ്യോ, അത് പറയാൻ പാടില്ലല്ലോ. എനിക്ക് വന്ന കമൻ്റായിരുന്നേ കിടപ്പ് വശം വേണ്ട എന്ന്. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട, നമുക്കത് കിടപ്പ് വശം ഒഴിവാക്കിയേക്കാം.
ഇതിപ്പോൾ ടേസ്റ്റ് നോക്കി നോക്കി ഞങ്ങൾ തന്നെ തീർക്കുമല്ലോ. സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് പിന്നെ ഇത്രയും താലോലും ചോമനിച്ചൊരു സാധനം ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുമോ? എൻ്റെ തിരക്ക് കാരണം ഞാൻ പൊതുവേ നല്ല സ്പീഡിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ തട്ടിക്കൂട്ട് പരിപാടി ആകുമ്പം ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാവില്ല. ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അടിപൊളിയാവും. നമുക്ക് വൈബ് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. നല്ല പുതിനയിട്ട കട്ടൻ കൂടി അടിക്കാം. മിൻറ്റ് ടീ വൈബിന് മാത്രമല്ലേ, കപ്പ കഴിച്ചിട്ടുണ്ടാകുന്ന അസിഡിറ്റി ഉണ്ടല്ലോ അതിന് കൂടി ഹെൽപ്പ് ചെയ്യും. ഇനി എല്ലും കപ്പയും കഴിക്കുന്നതിനൊരു ശാസ്ത്രീയ രീതിയുണ്ട്. നല്ല ആവി പറക്കുന്ന എല്ലും കപ്പയും വാഴയിലോട്ടിട്ടിട്ട് ചൂടോടെ പതുക്കെ പതുക്കെ കയറണം. എന്നിട്ടങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗം മോനെ. ചൂടും എരിവും ചൂട് കട്ടനും എൻ്റെ പൊന്നോ. സാക്കി എണ്ണിച്ച് വരുന്നതിന് മുന്നേ ഞങ്ങൾ കഴിച്ച് തീർക്കട്ടെ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് കറക്റ്റ് ടൈമിങ്ങിന് അവൻ എണ്ണീറ്റത്. ഏകദേശം ഞങ്ങൾ കഴിച്ച് കഴിയാറായേ. അപ്പോൾ അവനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവന് ഫുഡ് കൊടുക്കണം. അവന് ആദ്യമായിട്ട് ഞാൻ ബീഫ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ചോറും ബീഫാണ് ഇന്ന് അവന് കൊടുക്കാൻ പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്റ്റ് ടൈം. അബ്ബയുടെ പാട്ടുണ്ടേ. അപ്പോൾ പാട്ട് പഠിച്ചുകൊണ്ടിരിപ്പുണ്ടേ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടേ ഒന്ന് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഇനി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ. അൽവാ കണ്ണാള് സൽവാര ചെണ്ടാള് പൽവാള് ദേവൻ ഞാൻ സെൽവാക്കിനില്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാലേ നുങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ജീവൻ വെച്ച് നീ പറഞ്ഞ പരിസരം എന്നാറടി മണ്ണിൽ കുഴിച്ചു മൂടണൊരിഷ്ടം ഞാൻ ജനിച്ച മരിച്ച പലവട്ടം ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കുവാൻ കുറുമ്പ് ഞാൻ കറങ്ങി നിൽക്കണ് ഓയരയാ മരത്തി വലിഞ്ഞ് കേറണ് ചറുകിയാലൂർന്നൂർന്ന് താഴെ വീഴണം. അടുത്തുവാ പറന്ന്